ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടുവൈദ്യത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോണത് നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ, അതായത് ഹൈ റേഞ്ച് യാത്രയൊക്കെ പോകുമ്പോൾ, മല കയറുമ്പോൾ, ചുരം കയറുമ്പോൾ ഒക്കെ ഉള്ളൊരു നമുക്ക് ശാരീരികമായിട്ടുള്ള കുറേ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഛർദി, തലവേദന, പിന്നെ ചെവി കൊട്ടിയടിയൽ, ചെവി കേൾക്കൂല, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കണത്. വലിയവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ടിപ്പും കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ മിക്കവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഛർദിയൊക്കെ വരുമെന്നുള്ളൊരു പേടിയാണ്. ഛർദിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ യാത്ര ബുദ്ധിമുട്ടാണ്. അതേപോലെ കുട്ടികളുടെ കേസും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വെളുപ്പിനെ പുറപ്പെടാൻ ശ്രമിക്കുക. അതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതേപോലെ വെളുപ്പിന് പോകുമ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കരുത്, ചായ പോലും കഴിക്കരുത്. വെറും വയറ്റിൽ പോകാൻ തന്നെ ശ്രമിക്കുക. കുട്ടികൾക്കും അതേപോലെ തന്നെ വെറും വയറ്റിൽ പോകാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഛർദി ഓക്കാനൊന്നും ഉണ്ടാവില്ല. ഒരുപാട് നേരമൊന്നും നമുക്ക് വെറും വയറ്റിലിരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റില്ല. ഭക്ഷണം കഴിക്കാതിരുന്നാലും ഛർദി വരും. അപ്പോൾ നമ്മൾ സാധാരണ ഏത് സമയത്താണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ സമയത്ത് തന്നെ മസ്റ്റായിട്ട് നമ്മൾ ചായ കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ കുട്ടികൾക്കും അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കുറേ ദൂരം പോയപ്പോൾ ഛർദിക്കാനോ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 3-4 പ്രാവശ്യം ദീർഘമായിട്ടുള്ള ശ്വാസം വിടുക. നമുക്ക് ഹൈ റേഞ്ച്, അതായത് മലയൊക്കെ കയറുമ്പോൾ മിക്കപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഛർദി വരിക, അതേപോലെ തലവേദന വരെയൊക്കെ ഉള്ളത്. അപ്പോൾ ദീർഘമായിട്ടുള്ള ശ്വാസം എടുക്കുകയാണെങ്കിൽ, അതായത് മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ദീർഘശ്വാസം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഛർദി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടിപ്പാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് 100% റിസൾട്ടായിരിക്കും. ഛർദിക്കില്ല, കുറേ നേരത്തേക്ക് ഛർദിക്കില്ല. ഇത് നമ്മൾ കയ്യിലൊന്നും കരുതിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഛർദി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലമുടി തന്നെ നമുക്കൊന്ന് മണത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഛർദി ഓക്കാനൊക്കെ നമുക്ക് മാറുന്നതാണ്. അപ്പോൾ ഛർദിക്കാനൊന്നും വരെയൊന്നുമില്ല ആ സ്മെല്ല് കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിൽ നെല്ലിക്കയോ നാരങ്ങയൊന്നും വേണ്ട, നാരങ്ങ മണത്തി കഴിഞ്ഞാൽ ഛർദി കൂടുള്ളൂ. നെല്ലിക്ക, അതേപോലെ കരയാമ്പൂ, ഏലക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിലെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഛർദി കൂടുതലാണെങ്കിൽ നിങ്ങൾ അച്ചാർ, അതായത് നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, അങ്ങനത്തെ അച്ചാറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ, ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധമൊക്കെ ഛർദി മാറ്റാവുന്നതാണ്. അച്ചാറൊക്കെ എന്ന് പറയുമ്പോൾ പുളിയും ഉപ്പും ഒക്കെ ചേർന്നായിരുന്നുകൊണ്ട്, അച്ചാർ കഴിക്കണമായിരുന്നുകൊണ്ട് ഛർദിയൊക്കെ ഒരു വിധമൊക്കെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ഛർദിക്കുള്ളൊരു ടിപ്സാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോണത്, മല കയറുമ്പോൾ ചെവി കൊട്ടി അടിയുന്നതാണ് എല്ലാവർക്കും ഒരു പ്രോബ്ലമാണ്. അത് ചെവി കേട്ടുകൂടാ. അപ്പോൾ തലക്ക് ഭയങ്കര ഒരു കനമൊക്കെ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു 3-4 പ്രാവശ്യം കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് കോട്ടുവ ഇടുമല്ലോ, അത് 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെവി കൂടെ എയർ പോണതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കൊട്ടി അടയിൽ മാറി കിട്ടും. ശരിക്കും ചെവി നല്ലോണം തുറക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തലവേദനയും തലക്കുള്ള കനമൊക്കെ ശരിക്കും മാറുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ചെയ്യുക. കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മാറുന്നതാണ്. AC ബസ്, AC വണ്ടിയൊക്കെ ആണെങ്കിൽ കൊട്ടി അടയാനുള്ള ചാൻസസ് കുറവാണ്. AC ഇട്ടൊക്കെ പോവുകയാണെങ്കിൽ ചിലർക്ക് AC ഇട്ട് കഴിഞ്ഞാൽ ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ ഈ ഛർദ്ദിക്കുന്നതിൻ്റെ ആ നേരത്തെ പറഞ്ഞ ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾ ഒരിക്കലും ഛർദ്ദിക്കുകയൊന്നുമില്ല. ഇനി കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുട്ടീനെ മടിയിലിരുത്തരുത്. അതേപോലെ തോളത്ത് കിടത്തി കഴിഞ്ഞാൽ കുട്ടികൾ ഛർദ്ദിക്കില്ല. തോളത്ത് കിടത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്.
അപ്പോൾ കുട്ടികൾ ഉറങ്ങുകയും ചെയ്യും, ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയില്ല. അതൊരു ബെസ്റ്റ് ടിപ്പാണ്. നിങ്ങളെല്ലാവരും ഇനി യാത്രയൊക്കെ പോകുമ്പോൾ കുഞ്ഞു കുട്ടികളുള്ളതാണെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. കുട്ടികളൊന്നും ഛർദ്ദിക്കുകയൊന്നുമില്ല. അതേപോലെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ദീർഘശ്വാസം എടുക്കണ പ്രക്രിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കരുതാവുന്ന സാധനങ്ങൾ എടുത്ത് കഴിപ്പിക്കുക, മണപ്പിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. കുട്ടികൾ യാതൊരു കാരണവശാലും ഛർദ്ദിക്കുകയോ ഓക്കാനിക്കുകയോ അതേപോലെ ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ കുറേ പേര് പറയണ കേൾക്കാം, പെട്രോൾ വണ്ടിയിൽ പോയാൽ മതി, ഡീസൽ വണ്ടിയിൽ യാത്ര പോക്ക് കൊള്ളൂല, അതിൻ്റെ സ്മെല്ലും ഡീസലിൻ്റെ പുകയൊക്കെ നമുക്ക് ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും എന്നൊക്കെ പറയണ കേൾക്കാം. അതെനിക്കറിയില്ല. പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ലതാണെന്നാണ് പറയണത് കേൾക്കുന്നത്. അതെനിക്കറിയില്ല, ഉറപ്പുള്ള കാര്യമല്ല. പിന്നെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഒന്നുകിൽ പേപ്പർ നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പ്ലേസിൽ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹൈ റേഞ്ച് ടൂറൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഛർദ്ദി, ചെവി കൊട്ടയിടയിൽ, ഒക്കാനം, തലവേദന ഇതൊന്നും ഉണ്ടാവുന്നതല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഫോണിൽ നോക്കാതിരിക്കുക. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോണിൽ മാക്സിമം നോക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് തലവേദന, ഛർദ്ദിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെയാണ് ഹൈ റേഞ്ച് യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീട്ടുവൈദ്യത്തിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.